ടൈം ലൈനിലൊക്കെ ഒരുപാട് ശ്രദ്ധിച്ച് തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ലോക്ക്ഡൗൺ പോലെ ഒരു സമയത്ത് ഇത്രയും സൂക്ഷ്മമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഇത്തരമൊരു സിനിമ ഒരുക്കിയ സംവിധായകനെ നമുക്കൊരു കുതിരപ്പവൻ കൊടുത്തേക്കാം അല്ലേ? ടീസർ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് ഈ സിനിമ കാണാൻ തീരുമാനമെടുക്കുന്നതിനുള്ള 3 കാരണങ്ങൾ. ഒന്ന്, ഖാലിദ് റഹ്മാനാണ്. തല്ലുമാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ സംവിധായകൻ്റെ പേരാണ്, ഖാലിദ് റഹ്മാൻ. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ സംസാരിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ അനുരാഗ് കരിക്കിൻ വെള്ളം, ഉണ്ട, ലവ്, ഈ സിനിമകളൊന്ന് അടുത്തടുത്ത് അതിൻ്റെ പോസ്റ്ററുകൾ എടുത്തു വെച്ചിട്ട് കുറച്ച് നേരം നോക്കിയിരിക്കണം. ഈ 3 സിനിമകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പാറ്റേണും അയാൾ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, ഓരോ സിനിമയിലും വ്യക്തമായ കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. അത് വളരെ രസമായി, വളരെ എൻഗേജിംഗ് ആയി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് മറ്റു സിനിമകളൊന്നുമല്ല, ഉണ്ട സിനിമ സംവിധാനം ചെയ്തയാൾ അടുത്ത സിനിമയുമായി വരുന്നു എന്ന് പറയുമ്പോൾ അതെൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷകളിലൊന്നാണ്. എനിക്ക് ഗംഭീരമായ അനുഭവപ്പെട്ട സിനിമയാണ് ലവ്. നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനുമാണ്. മിസ്റ്റർ ഖാലിദ് റഹ്മാൻ, ഉണ്ട് എന്ന നിങ്ങളുടെ സിനിമ കണ്ടപ്പോൾ ഞാൻ അടപടലം നിങ്ങളുടെ ഫാനായതാണ്. പക്ഷേ ഈ സിനിമയും കൂടി കണ്ടു കഴിയുമ്പോൾ സർ നിങ്ങൾ വേറെ ലെവൽ സർ, അടുത്ത പടം എപ്പോഴാണ്, ഐ ആം വെയിറ്റിംഗ് എന്നാണ് പറയാൻ തോന്നുന്നത്. ഗംഭീരമായി ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഈ സിനിമയുടെ മാസ് എലമെൻ്റാണ്. അത് മമ്മൂക്കയാണെന്ന് ഞാൻ പറയുമെന്ന് കരുതെങ്കിൽ തെറ്റി. ഈ സിനിമയുടെ സംവിധായകനെയാണ് ഖാലിദ് റഹ്മാൻ. കാരണം പലപ്പോഴും സംഭവിച്ചു പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മമ്മൂക്കയെ പോലെ ഒരു ഗംഭീര താരത്തിൻ്റെ ഡേറ്റ് കിട്ടുമ്പോൾ വേണമെങ്കിൽ കുറച്ച് മാസ് എലമെൻറ്റ്സ് ഒക്കെ കയറ്റി, സ്ലോ മോഷനൊക്കെ കയറ്റി വലിച്ചു വാരി എടുത്തിട്ടിരിക്കുന്ന വേണമെങ്കിൽ ചെയ്യാമായിരുന്നു കേട്ടോ. അതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഖാലിദ് റഹ്മാൻ അത് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ സ്വന്തം കഴിവ് തെളിയിച്ച് ചന്ദ്രൻ്റെ പൊക്കത്തിൽ എന്നൊക്കെ നമുക്ക് പറയാവുന്ന അത്രയും താരശോഭ അദ്ദേഹത്തിൻ്റെ പ്രതിഭ കൊണ്ട് തെളിയിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്ടറിനെ അവിടുന്ന് കാലെ പിടിച്ച് വലിച്ച് താഴെ ഇറക്കി കുറച്ച് മസാലയൊക്കെ ഇട്ട് ഒരു മാസ് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച് കൈയടി വാങ്ങുന്ന കുറേ ആളുകളുണ്ട്, കാശുണ്ടാക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ ഖാലിദ് റഹ്മാൻ, നിങ്ങൾ അദ്ദേഹത്തെ വീണ്ടും അങ്ങോട്ട് നോക്കി കാണാൻ ഞങ്ങളെ വീണ്ടും പഠിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിലെ നടനെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തത് പേരൻപാണ്. മലയാളത്തിലേക്ക് വരുമ്പോൾ പിന്നെയും കാര്യങ്ങൾ തഥൈവയാണ്. പക്ഷേ നിങ്ങളവിടെ വ്യത്യസ്തമായി, നിങ്ങളൊരു ഗംഭീര കൈയടി അർഹിക്കുന്നുണ്ട്. ഹലോ, ഹായ്, നമസ്കാരം. സാധാരണ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കുറേ ആൾക്കാർ കാണണം, എല്ലാ വീഡിയോയും ചെയ്യുമ്പോൾ നമ്മൾ അത് തന്നെയാണ് ആഗ്രഹിക്കാറുള്ളത്. പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇതാരെങ്കിലും കാണുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞാനിതിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ മെൻ്റൽ ഹെൽത്താണ്. എനിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഡിസ്കഷൻ എന്ന് പറയുന്നൊരു പരിപാടിയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ കുത്തുന്ന കമൻറ്റുകളില്ലേ, അങ്ങനത്തെ കമൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിടും, അല്ലെങ്കിൽ അങ്ങനെ വീണ്ടും കമൻറ്റ് ഇടുന്ന ആളുകളെ ചാനലിൽ നിന്ന് തന്നെ ഹൈഡ് ചെയ്യാനും ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംഭവം എന്താണെന്നുള്ളത് ഏകദേശം തംബ്നെയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലാവേണ്ടതാണ്. കാര്യം എന്നെക്കുറിച്ച് ചില ആൾക്കാർ ആദ്യമായിട്ട് കേട്ടത് പോലും ഈ ഒരു ട്രോൾ പരിപാടിയൊക്കെ വന്നതിന് ശേഷമായിരിക്കും. സംഭവം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നു. ആ സിനിമയിൽ ഖാലിദ് റഹ്മാൻ സംവിധായകൻ പുള്ളി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയുടെ റിവ്യൂ പറഞ്ഞ സമയത്ത് എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല, നിങ്ങളൊരു ഗംഭീര പെർഫോമറാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നത് ഇതിലവർ കൊടൈക്കനാൽ ട്രിപ്പ് പോകുമ്പോൾ ഡ്രൈവറായിട്ട് വരുന്ന ചേട്ടൻ. ഐ എം സോറി, നിങ്ങളുടെ പേര് ഞാൻ നോക്കിയില്ല. നിങ്ങൾ അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇമോഷണൽ സാധനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ ഖാലിദ് റഹ്മാനെ അറിയാത്ത റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെയും അതുപോലെ തന്നെ അശ്വൻ കോക്കിൻ്റെയും പടമൊക്കെ വെച്ചിട്ട് അശ്വൻ കോക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ട്രോൾ പരിപാടികളൊക്കെ വന്നു. അപ്പോൾ ഇതിൽ എൻ്റെ ഭാഗം പറയാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അവൻ ഞെട്ടൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എടാ, നിനക്ക് ഖാലിദ് റഹ്മാനെ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന്. കാരണം അവൻ ഈ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസൊക്കെ ഒരുപാട് കാണുന്ന, ഇൻ്റർവ്യൂസൊക്കെ ഒരുപാട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അവന് ഭയങ്കര വിഷമമായി. ഞാൻ ഖാലിദ് റഹ്മാനെക്കുറിച്ച് ഒരുപാട് തവണ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് പുള്ളിയെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈമിന് തൊട്ട് മുമ്പ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്കറിയാം, നമ്മളിതെല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഔട്ട് എടുക്കണം. ആ ഔട്ട്പുട്ടാണ് നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് മനസ്സിലായി ഇത് ഖാലിദ് റഹ്മാൻ ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സംവിധായകൻ കൂടിയായ ഖാലിദ് റഹ്മാൻ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഞാൻ പുള്ളിയെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും അതൊരു നെഗറ്റീവായിട്ട് പറയാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് റീഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്, രണ്ടാമത് ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒരു തവണ വെക്കുന്ന ലൈറ്റ്, ഇപ്പോൾ ഇതേപോലത്തെ ഒരു ലൈറ്റ് ഇനിയും ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ടെക്നിക്കലി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പം ഇച്ചിരി പാടാണ് റീഷൂട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ആദ്യം മുതൽ
ഒന്നേന്ന് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വേറെയും സിനിമകളൊക്കെ കാണാൻ നമ്മളിങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ റിലീസ് ഡേറ്റ്സിൽ ഒന്നിലധികം സിനിമകളുള്ള ദിവസമാണെങ്കിൽ ഒരു സിനിമ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഇത്ര സമയം, അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോ എന്ന് പറഞ്ഞാണ് ബുക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എൻ്റെ മൊത്തം പരിപാടികളെ ബാധിക്കും. അപ്പം റീഷൂട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പിന്നൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഖാലിദ് റഹ്മാനെ കുറിച്ച് ഞാൻ പറഞ്ഞ ആ പോർഷൻ കട്ട് ചെയ്ത് കളയുക. അത് കട്ട് ചെയ്ത് കളഞ്ഞ് ആ റിവ്യൂ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ ഒരാളും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന വളരെ ചെറിയ ഒരു റോൾ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ വളരെ ചെറിയൊരു ടെക്നിക്കൽ സംഭവമൊക്കെ ആണെങ്കിലും അത് പറയാൻ ഉള്ളതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മെൻഷൻ ചെയ്തിരിക്കും. ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കുറേ ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ നമ്പർ കിടപ്പുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇൻ്റർവ്യൂ എടുക്കാനും അങ്ങനെയൊക്കെ തന്നെ വിളിച്ചതാണ്. പക്ഷേ വലിയൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് അതിൽ സേവ് ആയിരിക്കുന്നത് അവരൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിച്ചവരാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു കുഞ്ഞു വേഷം ചെയ്ത ഒരാളെ ആ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ആ പുള്ളി എൻ്റെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ച് നിങ്ങളത് ചൂണ്ടിക്കാട്ടിയത് എനിക്ക് എൻ്റെ കരിയറിന് ഒരുപാട് ഉപകാരപ്പെടും, താങ്ക് യു എന്ന് പറഞ്ഞ് വിളിച്ചവരുണ്ട്. ടെക്നീഷ്യൻസ് ഇപ്പോൾ വനിതാ വിനീത തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് കുറേ ആൾക്കാർ വന്ന് പരിചയപ്പെടാറുണ്ട് സിനിമാ മേഖലയിലുള്ള. എന്നുവെച്ചാൽ വളരെ പോപ്പുലറായിട്ടുള്ള പല സിനിമകളുടെയും സംവിധായകൻ വന്ന് ഷെയ്ക്കാൻഡ് തരും, തിരക്കഥാകൃത്തുക്കൾ വന്ന് ഷെയ്ക്കാൻഡ് തരും, എഡിറ്റർ വന്ന് ഷെയ്ക്കാൻഡ് തരും, ഹായ് ബ്രോ എന്ന് വന്ന് ഷെയ്ക്കാൻഡ് തന്നിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് അവർ പറയും. അത് കഴിഞ്ഞിട്ട് അവരുടെ പേര് പറയും. അപ്പോഴെനിക്ക് കത്തില്ല, ഞാൻ ഇന്ന സിനിമയിൽ വർക്ക് ചെയ്ത ആളാണ്, നിങ്ങളത് നിങ്ങളുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് ഈ ആളുകളുടെ പേര് ഓർത്തിരിക്കുക, മുഖം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങളിപ്പോൾ ഇന്ന് രാവിലെ എന്നെ വന്ന് പരിചയപ്പെട്ട് ഷെയ്ക്കാൻഡ് തന്നു പോയി വൈകുന്നേരം മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിക്കും പേരെന്താണെന്നുള്ളത്. ഞാൻ ഇന്നിപ്പോൾ കണ്ടൊരു സിനിമയുടെ ഒരു പോർഷൻ ഓർത്തെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. പക്ഷേ അതുപോലെ വേറെ ഒരു കാര്യവും അങ്ങനെ പ്രോസസ്സ് ചെയ്ത് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അങ്ങനത്തെ ഒരാളല്ല ഞാൻ. ഈ ആൾക്കാരെയൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എനിക്കില്ല. പക്ഷേ നല്ലത് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലതായിട്ടുള്ളൊരു കാര്യം പുള്ളി ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ പെർഫോമൻസ് മെൻഷൻ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അതെനിക്കത്ര ശരിയായിട്ട് തോന്നിയില്ല. റീഷൂട്ട് ചെയ്യലും നടക്കില്ല, അത് കട്ട് ചെയ്ത് കളയൽ എന്ന് പറയുന്നത് എൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ പിന്നെ ഞാനത് അതുപോലെ വെച്ചു. അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സംവിധായകൻ കൂടിയായ ഖാലിദ് റഹ്മാൻ. പക്ഷേ ഒരുപാട് പോസ്റ്റുകളും ട്രോളുകളും പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഖാലിദ് റഹ്മാനെ അറിയാത്ത നിരൂപകർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെയും കൂടി ഫോട്ടോ വെച്ചിട്ടാണ് വന്നത്. ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന സംവിധായകൻ, പുള്ളിയുടെ ആദ്യ സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇല്ല, ആ പ്രോസസ്സ് പരിപാടിയൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല. പക്ഷേ അതിനുശേഷം ഉണ്ടയും ലവും പോലെയുള്ള സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാവരും ചേർന്ന് ഖാലിദ് റഹ്മാനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള, അയാളുടെ വർക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ണി വ്ളോഗ് സിനിഫൈൽ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലിൽ സംസാരിച്ചിട്ടുണ്ട്. അയാളുടെ സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ട്രെയിലറെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അതിലെ ബ്രില്യൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, റിവ്യൂവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്, ആ ഡയറക്ടറെ, അയാളുടെ വർക്കിനെ ഏറ്റവും അധികം അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പം ഖാലിദ് റഹ്മാനെ അറിയാത്ത നിരൂപകർ എന്ന് പറഞ്ഞ് ട്രോൾ ഇട്ടിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജുകൾ, ഒരുപാട് ഫേസ്ബുക്ക് പേജുകൾ, പിന്നെ കുറേ ഓൺലൈൻ മീഡിയ, അതുപോലെ തന്നെ മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ചേർന്ന് കഴിഞ്ഞാലും അയാളെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. കാരണം അയാളുടെ വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ തമിഴിൽ വെട്രിമാരൻ എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ടാന്ന് പറയുന്ന സിനിമയൊക്കെ കൈകാര്യം ചെയ്ത വിഷയം എന്ന് പറയുന്നത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലവ് എന്ന് പറയുന്ന ഒരു സിനിമ, അതിലെ ബ്രില്യൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലെ ബ്രില്യൻസ് എന്ന് പറയുന്നത് അത് ഗംഭീരമാണ്. പക്ഷേ ഈ സിനിമകളൊക്കെ അത്ര വലിയ വിജയങ്ങളാവാതെ അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും പ്രശംസ നേടിക്കൊടുക്കാത്ത രീതിയിൽ പോയതുണ്ട്. എന്ന് വെച്ചാൽ തിയേറ്ററിൽ റിലീസിൻ്റെ സമയമാണ് ഞാൻ പറയുന്നത്. ഉണ്ടയൊക്കെ തിയേറ്ററിൽ റിലീസായിരുന്ന സമയത്ത് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ ഇത് പെയ്ഡാണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വരെയുണ്ട്. അത് പെയ്ഡല്ല. ആ സിനിമയെക്കുറിച്ചൊക്കെ നമ്മൾ അത്രയെങ്കിലും സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു മലയാളി ചലച്ചിത്ര സ്നേഹി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആസ് എ ഫിലിം മേക്കർ ഞാൻ ചിലവാക്കുന്ന 150 രൂപ അല്ലെങ്കിൽ 200 രൂപ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എൻ്റെ 2.5-3 മണിക്കൂർ, അതിനെ ഏറ്റവും റെസ്പെക്റ്റ് തന്നിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്നത്. അയാൾ കാണിച്ച ആ റെസ്പെക്റ്റിന് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന റെസ്പെക്റ്റ് എന്താണ്? അയാളുടെ വർക്കിനെ കുറിച്ച് ആസ് എ സിനിമാ സ്നേഹി, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉള്ള ആൾ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നല്ല വാക്കുകളിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വർക്കിനെ, അതിൻ്റെ ബ്രില്യൻസിനെ ഒന്നിലധികം തവണ അഭിനന്ദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞാണ് തല്ലുമാലയൊക്കെ വരുന്നത്. ഇനി ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ആളെ സിനിമയിൽ കണ്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇദ്ദേഹത്തിനെ നേരിട്ട് കണ്ടുള്ള പരിചയമൊന്നും എനിക്കില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അതേ സിനിമയിൽ തന്നെ മഞ്ഞുമൽ ബോയ്സിൽ തന്നെ ജൂനിയർ ലാലുണ്ട്, ജീൻ പോൾ ലാലുണ്ട്.
പുള്ളിയെ ഞാൻ ട്രെയിലർ കണ്ടപ്പോഴേ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പുള്ളിയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനായിട്ട് ചോദ്യം ചോദിക്കുകയല്ല, ഞാൻ ക്യാമറയൊക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന മറ്റു റേഡിയോ ജോക്കികൾ അവർ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു. അതിപ്പോഴും റേഡിയോ മാംഗോയുടെ പേജിൽ ചിലപ്പോൾ കാണും. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവരെ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചോദിച്ച ചോദ്യം ഞാൻ ഉണ്ടാക്കി കൊടുത്ത ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇയാളുടെ സിനിമകൾ കണ്ടിട്ടുണ്ട്, ഇയാളുടെ ഇൻ്റർവ്യൂ ക്ലിപ്പുകൾ അതൊക്കെ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ സിനിമയുടെ ആ പ്രൊമോഷൻ്റെ സമയത്ത് പുള്ളിക്ക് ഇത്രയും നീളത്തിൽ താടിയുണ്ട്. ഈ താടി എല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും എനിക്ക് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്, ഞാൻ കൂടുതൽ സമയം കണ്ടിട്ടുണ്ട്. ഖാലിദ് റഹ്മാനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഈ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ ക്ലിപ്പുകൾ അധികം ഒന്നും കാണാത്ത ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസ്, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് റിലീസാവുന്നതിന് മുമ്പ് വന്ന ഒരുപാട് പ്രീ റിലീസ് ഇൻ്റർവ്യൂ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഖാലിദ് റഹ്മാനെ പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. പക്ഷേ അത് കാണാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ ഞാൻ ചെയ്ത സമയത്ത്, മഞ്ഞുമൽ ബോയ്സിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ മച്ചാനെ എന്താണ് ദൈവം എന്ന് പറയുന്ന ഭാസിയുടെ ഒരു ഡയലോഗ് വന്നപ്പോൾ ആ ട്രെയിലർ റിയാക്ഷനിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇത് അവർ ക്ലൈമാക്സിൽ ഉപയോഗിക്കാൻ പോകുന്ന ഡയലോഗാണെന്ന്. അതായത് ഒരു ട്രെയിലറൊക്കെ കാണുമ്പോൾ അത്യാവശ്യം, ഞാൻ എൻ്റെ വലിയ കഴിവൊന്നും പറയല്ല കേട്ടോ, എന്നെപ്പോലെ ഒരുപാട് പേർക്ക് മനസ്സിലാവും. അങ്ങനെ ഈ സിനിമയുടെ ഒരു കഥയും പോക്കും ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് ഏകദേശമൊക്കെ ഒരു ധാരണ കിട്ടുന്ന കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ പ്രീ റിലീസ് ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഒരുപാട് കാര്യമായിട്ടൊന്നും സിനിമയെക്കുറിച്ച് എന്ന് വെച്ചാൽ, ഒന്നാമത് ഇവർ ഒന്നും വിട്ടു പറയാൻ പോകുന്നില്ല. മാത്രമല്ല ഈ ഇൻ്റർവ്യൂ എടുക്കുക എന്ന് പറയുന്ന പരിപാടി ഒരു 12 വർഷത്തോളം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഒരു സെലിബ്രിറ്റി എൻ്റെ മുമ്പിൽ വരികയാണ്, അയാളിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത്, അതിലെന്താണ് നമുക്കൊരു വൈറൽ ക്ലിപ്പാവുക. ഇപ്പോൾ മെയിൻ നീഡ് തന്നെ അതാണ്. ഒരാളുടെ ഇൻ്റർവ്യൂ എടുക്കുക എന്ന് പറയുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് അതിനെ വൈറലാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രണവ് മോഹൻലാൽ വീട്ടിലുള്ള ബ്രസ കാറാണ് ഓടിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയും മോഹൻലാലിൻ്റെ ഭാര്യയുമായ സുചിത്ര മോഹൻലാൽ പറയുന്നു. അവൻ ആ കാറാണ് ഓടിക്കുന്നത് എന്ന് പറഞ്ഞാണ് അതിന് തംബ്നെയിൽ ഇട്ടിരിക്കുന്നത്. ബ്രസ്സാണ് ഓടിക്കുന്നത്, അതിലിപ്പോൾ എന്താണ് ഇത്ര വലിയ സംഭവകരമായിട്ടുള്ളത്. പക്ഷേ ആ ക്ലിപ്പ് അങ്ങനെ ഒരു തംബ്നെയിൽ കൊടുക്കുമ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുന്ന പോലെ വൈറൽ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നടനിൽ നിന്ന് ഇങ്ങനൊരു കാര്യം കേട്ടാൽ നമുക്ക് ഇങ്ങനൊരു സാധനം അതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും, അപ്പോൾ അങ്ങനെ ഒരു തംബ്നെയിൽ വാല്യൂ അതിനുണ്ട് എന്ന് പറയുന്നത് പോലെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഈ പരിപാടിയൊക്കെ നമ്മളും ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ ടീം മുന്നിൽ വന്നിരുന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ളതെന്നും അതിന് ഏകദേശമൊക്കെ അവർ ഏത് പോയിന്റിലുള്ള ഈ സിനിമയുടെ സ്പോയിലർ എലമെൻറ്റുകളൊന്നും വരാതെ എന്തൊക്കെ രീതിയിലൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പോകുന്നതെന്നും ഒരു ഏകദേശ ധാരണയൊക്കെ ഏതൊരു മനുഷ്യനും ഉണ്ടാവും. എനിക്ക് മാത്രമൊന്നുമല്ല, എനിക്ക് സ്പെഷ്യൽ കഴിവുകളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, അത് ഏതൊരു മനുഷ്യനും ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ട്രെയിലറിൽ നിന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം പറയാൻ പോകുന്ന ഉത്തരവും ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട്. ഇപ്പോൾ ധ്യാൻ്റെയൊക്കെ ഇൻ്റർവ്യൂ നമ്മൾ കുത്തിയിരുന്ന് കാണും, അതിലെന്തെങ്കിലും ഒരു ഫൺ എലമെൻറ്റ് ഉണ്ടാവും. അതുപോലെ മമ്മൂക്ക മോഹൻലാൽ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും എലമെൻറ്റുകൾ ഉണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് അയച്ചു തന്നിട്ട് ഇത് ഈ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കും, ഇതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചെക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ പ്രീ റിലീസ് ഇൻ്റർവ്യൂ പരിപാടികൾ ഞാൻ കാണാറില്ല. ബഹുഭൂരിപക്ഷം ഇൻ്റർവ്യൂകളിലും ഒരേ കാര്യം തന്നെയാണ് എല്ലാ ഇൻ്റർവ്യൂവിലും ഇവർ പോയിരുന്നു പറയുന്നുണ്ടാവുക. കാര്യം എല്ലാവർക്കും ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും ചോദിക്കാനില്ല. അല്ലേ പിന്നെ മറ്റേ പേഴ്സണൽ ലെവലിൽ പോകുന്ന ചോദ്യങ്ങളും അങ്ങനത്തെ ഇൻ്റർവ്യൂ പരിപാടിയൊക്കെ ആയിരിക്കണം. ഇപ്പോൾ ധന്യ വർമ്മയുടെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിൽ മറ്റ് ഇൻ്റർവ്യൂസിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പം ഇതുള്ള ഞാൻ എന്തിനീ പ്രീ റിലീസ് ഇൻ്റർവ്യൂസ് കാണണം? ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഈ കലാകാരന്മാരെന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ കോഴിയെ പോലുള്ള കലാകാരന്മാരാണ്. 2 താറാവിനെ പോലുള്ള കലാകാരന്മാർ. ഈ താറാവിനൊരു പ്രത്യേകതയുണ്ട്, അത് പോണ പോക്കിന് മുട്ടയിട്ടിട്ട് അത് ഇട്ടിട്ടങ്ങ് പോവും, അത് ആവശ്യമുള്ളവൻ എടുത്തോണം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡൊക്കെയാണ്. അതേസമയം കോഴി അങ്ങനെയല്ല, കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ കൊക്കോ എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ അറിയിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കലാകാരന്മാർ അവരൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് സംസാരിച്ചോളും, ഞാൻ ഇനി അതിൻ്റെ പുറത്ത് കൊട്ടാരം പണിയേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് അവർ ചെയ്യാനുള്ള വർക്ക് ചെയ്തിട്ട് അവർ മാറി നിൽക്കും. അവർക്ക് ഈ പ്രൊമോഷണൽ പരിപാടികളിലൊന്നും ചിലപ്പോൾ വലിയ വിശ്വാസം ഉണ്ടാവില്ല. മാത്രമല്ല അവരുടെ വർക്കിനെ കുറിച്ചൊരു കോൺഫിഡൻസും അവർക്കുണ്ടാവും. വേറെ ചില ആളുകൾ എന്ന് പറയുന്നത് കോഴി മുട്ടയിടുന്ന പോലെ ഇട്ടിട്ടുണ്ടേ എന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ഫുൾ പ്രൊമോഷണൽ പരിപാടികളൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇതിന് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ദോഷങ്ങളുമുണ്ട്. എന്നെ സംബന്ധിച്ച് ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഡയറക്ടറായാലും ഇപ്പോൾ ഉണ്ട റിലീസായ സമയത്താണെങ്കിലും ലവ് റിലീസായ സമയത്തും നമ്മൾ ഈ കോഴിയെക്കുറിച്ച് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊമോഷണൽ പരിപാടികളൊക്കെ ഒരുപാട് പിടിക്കുന്ന ഒരു ഡയറക്ടറാണെന്ന് തോന്നിയിട്ടില്ല. അയാളുടെ വർക്കിലാണെങ്കിലും പ്രൊമോഷണൽ രീതികളിലാണെങ്കിലും ഒക്കെ എൻ്റെ വർക്ക് സംസാരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു ഇൻ്റർവ്യൂ സൂപ്പർ സ്റ്റാർ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ പുള്ളിയുടെ മുഖം കണ്ട്, ഞാൻ ഈ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, എനിക്ക് ഇയാളുടെ മുഖം കണ്ട് പരിചയമില്ല. ഇയാളുടെ വർക്കാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്, എന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്. ആ വർക്കിനുള്ള റെസ്പെക്റ്റ് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, മറ്റാര് കൊടുക്കുന്നതിനേക്കാളും ഗംഭീരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ
ഇങ്ങനൊരു കാര്യമൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ മെക്കിട്ട് കയറാനുള്ള മറ്റേ സോഷ്യൽ മീഡിയ പേജുകളുടെയും അതുപോലെ തന്നെ മെയിൻ സ്ട്രീം മീഡിയയുടെയൊക്കെ ഒരു ചേതോ വികാരത്തിൻ്റെ പിന്നിലുള്ള ഒരു കുഞ്ഞു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. മലയാള സിനിമകൾ തുടങ്ങുമ്പോൾ മാത്രമാണ് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താങ്ക്സ് വെക്കുന്നത്. വേറെ ഏത് ഇൻഡസ്ട്രിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ തുടങ്ങിയിട്ടില്ലേ, ആ റിവ്യൂ ബോംബിംഗ് പരിപാടികളുടെ ന്യൂസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ സിനിമ റിലീസ് ആവുന്നതിന് മുൻപേ റിവ്യൂകൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ആ ഒരു ടാഗിൽ വരുന്നത്. അതിനിടയിൽ ഈ യൂട്യൂബേഴ്സിനെ കുത്തിക്കയറ്റുന്നത് മെയിൻ സ്ട്രീം മീഡിയയുടെ ഒരു വലിയ മിടുക്കാണ്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പേജുകളാണെങ്കിലും മെയിൻ സ്ട്രീം മീഡിയ പേജുകളാണെങ്കിലും ഞാൻ പൈസ വാങ്ങി റിവ്യൂ ഇട്ടെന്നൊക്കെ പറഞ്ഞ ആരോപണം വന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രൊമോഷണൽ പരിപാടികളൊക്കെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ ഇവരെല്ലാവരും പേ സ്കെയിലിൽ വരുന്ന ആളുകളാണ്. അതായത് പെയ്ഡ് റിവ്യൂസ്. നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയാസിൻ്റെ ഒക്കെ റിവ്യൂസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഏത് തല്ലിപ്പൊളി പടമാണെങ്കിലും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം എന്ന് പറഞ്ഞാണ് അവർ റിവ്യൂ അവസാനിപ്പിക്കുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരൊക്കെ പ്രൊമോഷണൽ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ പേജുകളാണെങ്കിലും ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ ആണെങ്കിലും ഇവർക്കൊക്കെ സിനിമാക്കാരുടെ കയ്യിൽ നിന്നൊരു ഫണ്ട് വാങ്ങാനുള്ള ഒരു പരിപാടി സിനിമയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് തല്ലിപ്പൊളി പടമാണെങ്കിലും പൊളിച്ചു തകർത്തു തിമിർത്തു എന്നൊക്കെ പറയുന്ന തീ എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടികളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പൊതുജനങ്ങൾ ഈ പറയുന്ന ട്രോളും മീമും പരിപാടികളും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയയുടെ റിവ്യൂ ഒക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ യൂട്യൂബിൽ വരുന്ന റിവ്യൂവിനായിരിക്കും വാല്യൂ കൊടുക്കുന്നുണ്ടാവുക. സ്വാഭാവികമായും നമ്മുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാനത് വാങ്ങിക്കില്ല. എനിക്കറിയാവുന്ന ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയി നിൽക്കുന്ന റിവ്യൂവേഴ്സ് എല്ലാവരും എന്നോടും പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതുവരെ പൈസ വാങ്ങി റിവ്യൂ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമില്ല എന്നുള്ളതാണ്. ശരിക്കും പൊന്മുട്ടിടുന്ന ഒരു താറാവ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഈ പ്ലാറ്റ്ഫോമിനെ പൈസ കൊടുത്ത് സിനിമയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്ത് നശിപ്പിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല, അവരും ആഗ്രഹിക്കാൻ സാധ്യതയില്ല. അപ്പോൾ സത്യസന്ധമായി ഇവിടെ കുറച്ച് ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട് ഇതിനാണ് കൂടുതൽ വാല്യൂ ഉള്ളത് എന്ന് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പേ സ്കെയിലിൽ വരുന്ന ആളുകൾക്ക് ഒരു ചെറിയ നഷ്ടം സംഭവിക്കും. കുറച്ചും കൂടി കഴിയുമ്പോൾ സിനിമാക്കാർ വിചാരിക്കും നമ്മൾ എന്തിനാണ് ഇവർക്ക് ആവശ്യമില്ലാതെ പൈസ കൊടുക്കുന്നത്, പൈസ കൊടുത്താലും ഇല്ലെങ്കിലും ഇവന്മാർ ഇപ്പുറത്തിരുന്ന അഭിപ്രായം പറയുന്നുണ്ട് ഇതിനാണ് കൂടുതൽ ജനങ്ങൾ വാല്യൂ കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് നന്നാക്കിയാൽ പോരെ, ഈ പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരുടെ റവന്യൂവിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഓടുന്ന പട്ടിക്കൊരുപഴം മുമ്പേ എന്നൊക്കെ പറയുന്നത് പോലെ ഒരേറെറിയുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ. ഇനി ഖാലിദ് റഹ്മാനെ തിരിച്ചറിയാൻ പറ്റാതെ പോയതൊരു തെറ്റായി തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം ആസ് എ ഡയറക്ടർ, ആസ് എ ഫിലിം മേക്കർ, അയാൾ എൻ്റെ മുമ്പിൽ സിനിമകൾ കൊണ്ടുവച്ചിട്ടുള്ളപ്പോഴൊക്കെ അതെനിക്ക് ഇഷ്ടപ്പെട്ടപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും നല്ല വാക്കുകളിൽ ഏറ്റവും കൂടുതൽ തവണ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ, അഭിനേതാവിനെ, അതല്ലെങ്കിൽ പുള്ളിയുടെ ഫേസിനെ എനിക്ക് അത്രയും ഫെമിലിയർ ആയിരുന്നില്ല, അതുകൊണ്ട് തിരിച്ചറിയാതെ പോയി. ഇനി റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വിക്കിപീഡിയ ഒക്കെ നോക്കിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ റിവ്യൂ എന്ന് പറയുന്ന ടൈറ്റിലിൽ എൻ്റെ ചാനലിലിടുന്ന, ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എൻ്റെ ചാനലിലിടുന്ന വീഡിയോസിനെയൊക്കെ നിങ്ങളൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് കണ്ടാൽ മതി. എക്സ്പ്ലനേഷൻ എന്ന ടൈറ്റിലൊക്കെ വരുന്ന വീഡിയോയിലാണ് ഈ സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് റിസർച്ച് ചെയ്ത് ആ തോട്ടും ഈ തോട്ടും ഇങ്ങനെ ആൾക്കാരിങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അനലൈസ് ചെയ്യുന്നതിലാണ് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ട്രെയിലർ ഡീകോഡിങ് ചെയ്യുന്ന സമയത്താണ് ചിലപ്പോൾ ഒരു വേർഡൊക്കെ ആയിരിക്കും അതിൻ്റെ മീനിങ് എന്തായിരിക്കും എന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്ത് പോകുമായിരിക്കും. സിനിമയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയിൽ സിനിമ ഞാൻ കണ്ടു, ആ സിനിമ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് നിങ്ങളോട് പറയുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പരിപാടിയാണത്. റിവ്യൂ എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു മീഡിയ ഹൗസ് ഇപ്പോൾ അത് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പം മെയിൻ സ്ട്രീം മീഡിയയുടെയൊക്കെ ഫസ്റ്റ് ഡേ വരുന്ന റിവ്യൂ എന്നുള്ള ടൈറ്റിൽ ഇട്ടിരിക്കുന്ന എല്ലാ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്ന ആളാണ് സംവിധായകൻ, ഇന്ന ആളാണ് നടൻ, ഇന്ന ആളുകളൊക്കെ ഇതിൽ ഇന്ന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന ആളാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇങ്ങനെ അടുക്കി പറഞ്ഞിട്ട് സിനിമ കൊള്ളാം എന്ന് പറയുന്നത് അത് റിവ്യൂ അല്ല. അത് വിക്കിപീഡിയ കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഇൻ്റർവ്യൂസിൽ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് സിനിമ കൊള്ളാം എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഞാൻ ചെയ്യുന്നത് അതല്ല. സിനിമ ഞാൻ കണ്ടു, അതെന്നെ ഇമോഷണലി എങ്ങനെ ടച്ച് ചെയ്തു, എന്നിലെ വ്യക്തി അയാളുടെ ജീവിതത്തിനെ ഏത് രീതിയിലാണ് ആ സിനിമ ബാധിക്കുന്നത്, ആ സിനിമ തിയേറ്ററിൽ പോയി ഞാൻ പൈസ കൊടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പൈസ പോയതുപോലെ തോന്നിയോ അതോ എനിക്ക് പൈസക്ക് വേർത്തായി തോന്നിയോ എന്നൊക്കെ പറയുന്നൊരു പരിപാടിയാണിത്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ് റിവ്യൂ എന്ന് പറയുന്ന ടൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിക്കിപീഡിയൊക്കെ റെഫർ ചെയ്ത് കുത്തിയിരുന്ന് നോക്കി എഴുതിയുണ്ടാക്കി അത് റിവ്യൂ, നിരൂപണം, അത് വലിയൊരു കാര്യമാണ്. അത് ചിലപ്പോൾ ഒരു 20-30 മിനിറ്റിന് മുകളിലൊക്കെ വരുന്ന ഒരു കാര്യമാണ്. അതൊരു 5 മിനിറ്റിൽ 6 മിനിറ്റിലൊക്കെ പറഞ്ഞു തീർക്കുന്ന വീഡിയോ ആവുക എന്ന് പറയുന്നത്. പിന്നെ റിവ്യൂ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആൾക്കാർ അതാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഷസാമൊക്കെ ചെയ്യുന്നത് കറക്റ്റാണ്. മൈ ഒപ്പീനിയൻ എന്നൊക്കെ പറയുന്നത്
അതാണ് അതിൻ്റെ കറക്റ്റുള്ള സാധനം, എൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളതാണ്. പക്ഷേ ആൾക്കാർ കൂടുതൽ സെർച്ച് ചെയ്യുന്ന വാക്ക് റിവ്യൂ ആയതുകൊണ്ടാണ് ആ വാക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ അഭിനേതാവിനെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അയാളുടെ പേര് മനസ്സിലായിട്ടില്ല, പക്ഷേ പുള്ളി പൊളിയായിരുന്നു എന്ന് പറയുന്നത് അയാൾക്കുള്ളൊരു അപ്രിസിയേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരതൊരു നല്ല രീതിയിൽ എടുത്തിട്ടുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഖാലിദ് റഹ്മാനുമായിട്ട് അത്യാവശ്യം പരിചയമുള്ള ഒരാൾ, സിനിമയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, എന്നെ ഏത് സമയത്തും വിളിക്കാനും വേണമെങ്കിൽ 4 തെറി വിളിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ളൊരു സുഹൃത്ത് എന്നെ വിളിച്ചിങ്ങനെ ചോദിച്ചു, നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അയാളുടെ ഡയറക്ടറേയും ഫിലിം മേക്കറൊക്കെ നിങ്ങൾ ഖാലിദ് റഹ്മാൻ അവൻ ആര് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഖാലിദ് റഹ്മാനെ എനിക്കറിയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഫേസ് എനിക്കറിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഖാലിദ് റഹ്മാൻ്റെ സിനിമയുടെ പേരും ഉണ്ണി വ്ളോഗ്സ് എന്നുള്ള പേരും കൂടി വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അയാളുടെ വർക്കിന് കൊടുത്തിട്ടുള്ള റെസ്പെക്റ്റ് എന്താണ്. ഇതിപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിമർശനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ മറ്റേ കുത്താനൊരു അവസരം കിട്ടും ഇങ്ങനെ ഓടി വന്ന് കുത്തി രസിച്ചിട്ട് പോകുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ അടുത്തറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, എടാ അതൊക്കെ ഒരു ചെറിയ കാര്യമാണ്, നീ അതിനൊന്നും റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല, നീ അത് വിട്ടുകളെ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് വിട്ടുകളയാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതെന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു. എവിടെയൊക്കെയോ എനിക്ക് ഭയങ്കര ഒരു 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 ഡൗൺ ആവുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഈ ചാനൽ ഇങ്ങനെ റൺ ചെയ്തു പോകുന്നത് എൻ്റെ ക്രെഡിബിലിറ്റിയിൽ, എൻ്റെ ജെനുവിനിറ്റിയിലാണ്. അപ്പോൾ എൻ്റെ നേരെ വന്നിട്ടുള്ള, ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളാണെങ്കിലും ഇതുപോലെയുള്ള ട്രോൾ അറ്റാക്ക് പരിപാടികളൊക്കെ ആണെങ്കിലും അതിനൊക്കെ ഞാൻ കൃത്യമായ സമയത്തൊക്കെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ തരം വിമർശനങ്ങളിലൊക്കെ തളരേണ്ട കാര്യമില്ല, ആ സമയമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ എന്താ പറയുക, ഇറ്റ്സ് ഹിറ്റിംഗ് സംവെയർ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കുറേ ആൾക്കാരോട് സംസാരിക്കുകയും ഡിസ്കഷനിലൊക്കെ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എന്താണ് എൻ്റെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നം ഇങ്ങനെ അനലൈസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് അതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രീതിയിൽ വന്ന അറ്റാക്ക് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അറ്റാക്ക് എന്നല്ല, ചില ആളുകൾക്ക് അയ്യോ ഖാലിദ് റഹ്മാനെ ഉണ്ണിക്ക് അറിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും തരാൻ പറ്റുന്ന ഏറ്റവും മാന്യമായിട്ടുള്ളൊരു മറുപടിയാണിത്. ഖാലിദ് റഹ്മാൻ ഇസ് എ വണ്ടർഫുൾ ഫിലിം മേക്കർ ആൻഡ് അയാളുടെ ഇനിയും കുറേ വർക്കുകളൊക്കെ വരാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയൊരു ആക്ഷൻ പടം എന്താണ് പുള്ളിയുടെ വരാനുള്ളത്, അതൊക്കെ വരട്ടെ. പിന്നെ വേറെ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് മാറ്റി പറഞ്ഞതാണെന്ന്. കാര്യം ആ സമയത്ത് ഒരുപാട് പോസ്റ്റ് വന്നല്ലോ, ഇങ്ങനെ ഖാലിദ് റഹ്മാൻ്റെ അച്ഛൻ ഇയാളാണ്, സഹോദരന്മാർ ഇന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് വരുന്നു. സിനിമയുടെ പ്രൊമോഷൻ അത് വലിയ സഹായമായി എന്നുള്ളത്. നമുക്ക് ഈ പോസിറ്റീവായിട്ട് കിട്ടുന്ന കുറേ ഉപദേശങ്ങളുണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നതായിരുന്നു, എടാ നിങ്ങൾ ഖാലിദ് റഹ്മാൻ അതിൽ നന്നായി ചെയ്തിട്ടുണ്ട് എന്നൊരു സിംഗിൾ സെൻറ്റൻസാണ് പറഞ്ഞു പോയിരുന്നതെങ്കിൽ ഒരൊറ്റയാൾ പോലും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യില്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, അതിൽ ഖാലിദ് റഹ്മാൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എത്ര പേര് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാര്യം നമ്മളത് പോസിറ്റീവ് നോട്ടിലങ്ങ് പറഞ്ഞ് വിട്ടിരുന്നെങ്കിൽ തീർന്നു. പക്ഷേ പേരറിയില്ല എന്നുള്ള ഒരു നെഗറ്റീവ് കാര്യം കിട്ടിയപ്പോൾ അതിൻ്റെ പുറത്ത് കയറി മെയ്യായിരുന്നു. ഇനി അതും കഴിഞ്ഞ് അടുത്ത കാര്യം, ജീൻ പോൾ ലാലിനെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാനത് ട്രെയിലർ റിയാക്ഷൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ജീൻ പോൾ ലാലിനെ അറിയാമോ, ഇയാൾ ഇന്ന പടങ്ങളൊക്കെ ചെയ്ത് ഡയറക്ടറാണെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് വരുന്നു. ഒരു പ്രമുഖ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു പോസ്റ്റ് വരുന്നു. ആ പോസ്റ്റ് സിനിമയുടെ ഭാഗമായിരുന്ന ആളുകൾ വരെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ജീൻ പോൾ ലാലിനെ തിരിച്ചറിയാൻ പാടില്ല, ഖാലിദ് റഹ്മാനെ തിരിച്ചറിയാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ അത് വലിയ കുറ്റമാണ്. അങ്ങനെയാണോ? ജീൻ പോൾ ലാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഫെയിലായ അല്ലെങ്കിൽ എനിക്ക് താല്പര്യം തോന്നാത്ത സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പുള്ളി നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഇനിയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. അപ്പോൾ അതാണ് ഖാലിദ് റഹ്മാനെ അറിയാത്ത ഡ്രൈവർ ചേട്ടൻ എന്ന് വിളിച്ചതിനുള്ള എക്സ്പ്ലനേഷൻ. അതിലെനിക്ക് വലിയ കുറ്റബോധമൊന്നും ഇപ്പോഴും തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ അത് ഖാലിദ് റഹ്മാൻ അതിലൊരു പോസ്റ്റ് ഇട്ടിരുന്നെങ്കിലായിരുന്നു. ഞാൻ ഈ പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് പുള്ളിയുടെ പ്രൊഫൈൽ ഇടയ്ക്ക് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവോ, പുള്ളിക്ക് അതൊരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടാവോ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഞാനതിലൊരു സോറി പറയേണ്ട ആവശ്യമുള്ളത്. അല്ലാത്ത പക്ഷം അതൊക്കെ മനസ്സിലാക്കാൻ മാത്രം ഇവരുള്ള ഒരാളാണ് പുള്ളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതെല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം എന്നാലും ഖാലിദ് റഹ്മാൻ അറിയാത്ത നിൻ്റെ വീഡിയോ ബ്രോ, യൂട്യൂബിൽ നിങ്ങൾ ഒരാളുടെ പ്രൊഫൈലിലേക്ക് വരുന്നത് നിങ്ങൾ സെർച്ച് ചെയ്ത് എത്തുന്നതാണ്. ഇനി സജസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ സജഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് പറയുക, അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് എൻ്റെ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുക, കൂടെ നിൽക്കുക എന്നൊക്കെയുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ചെയ്യാം. ഇനി മറിച്ചാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ചോയ്സാണ്. അതെന്ത് തന്നെയാണെങ്കിലും ഞാനതിനെ 100% റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.